ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരുമേനി, വർഷമോടെ ആത്മശാന്തിക്കായി ശയന പ്രദക്ഷിണം നടത്താമെന്ന് മാധവേട്ടനൊരു നേർച്ചയുണ്ട്. അത് ഇന്ന് നടത്താമോ? മോള് മരിച്ചോ ഇല്ലയോ എന്ന് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. അഥവാ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആത്മശാന്തിക്കായുള്ള പ്രദക്ഷിണം പാടുണ്ടോന്നാ സംശയം. ശയന പ്രദക്ഷിണം നടത്താം, പക്ഷേ വർഷമോളുടെ ആത്മശാന്തിക്കായി സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം വേണ്ട. മോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയോടെ മതി. തിരുമേനി എന്താ പറഞ്ഞത്? ദേവിക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കണ്ടതായ ചില ലക്ഷണങ്ങൾ വെച്ചാ പറയുന്നത്. പൂജ നടക്കുന്ന സമയത്ത് പുറത്ത് വർഷയ്ക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വിഗ്രഹത്തിന് മുന്നിലുള്ള മണി ആരും സ്പർശിക്കാതെ മുഴങ്ങി. അതിൽ നിന്നൊരു കുങ്കുമപ്പൊട്ട് തൂശനിലയിൽ വന്ന് വീഴുകയും ചെയ്തു. നിങ്ങൾ പ്രാർത്ഥിച്ചത് വർഷമോൾക്ക് വേണ്ടി. ഭർത്തൃമതിയായ പെൺകുട്ടിയുടെ അടയാളമാണ് കുങ്കുമപ്പൊട്ട്. മണിമുഴക്കി ശ്രദ്ധയെ ആകർഷിച്ച് കുങ്കുമപ്പൊട്ട് മുന്നിൽ വന്ന് വീണപ്പോ അത് ദേവി കാട്ടിയ ശുഭലക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർഷ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളും വിശ്വസിക്കുന്നു. വർഷങ്ങളായി ദേവിയെ പൂജിക്കുന്ന മഹാഭക്തനായ അങ്ങയ്ക്ക് അങ്ങനെ തോന്നുമ്പോ ഞങ്ങളും വിശ്വസിക്കുന്നു. വർഷമോള് ജീവിച്ചിരിപ്പുണ്ടാവും. അവള് തിരിച്ചു വരും. എന്തായാലും ശയന പ്രദക്ഷിണം നടക്കട്ടെ. തൽക്കാലം ഈ ലക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ ആരോടും പറയണ്ട. വർഷം മരിച്ചു എന്ന് കരുതുന്നവരുടെ വിശ്വാസത്തെ തിരുത്താനും പോകണ്ട. മായാസ്വരൂപിണിയായ ദേവി എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പോഴും ഒന്നോർക്കുക, ഭൂതലക്ഷണങ്ങൾ പൂർണ്ണമായി ശരിയാകണമെന്നില്ല. വർഷമോളുടെ കാര്യത്തില് ഈ ശുഭലക്ഷണങ്ങൾ പൂർണ്ണമായും ശരിയാകണേ ഭഗവതി. അമ്മേ ഭഗവതി. മാനത്തെ കൊട്ടാരം